അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. പ്രിയ ഖുർആൻ പഠിതാക്കളെ, നമ്മൾ സൂറത്ത് മറിയം 6 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. സൂറത്ത് മറിയം, അതിൻ്റെ ആമുഖം അത് നല്ലപോലെ മനസ്സിലായാലാണ് ബാക്കിയെല്ലാം ക്ലിയർ ആവുള്ളൂ. അതിൻ്റെ ആമുഖ ക്ലാസ് നിങ്ങളൊക്കെയും നല്ലപോലെ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഒരു മിനിറ്റ്. പിന്നെ 1 മുതൽ 6 വരെ ഉള്ള ആയത്തുകളും നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. 7-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. അത്രയും നോക്കാം. യാ സക്കരിയ, അല്ലയോ സക്കരിയ. അള്ളാഹു പറയാൻ കേട്ടോ. ഇന്ന, തീർച്ചയായും നാം, നുബഷിറുക്ക, നിനക്ക് സന്തോഷവാർത്ത അറിയിച്ചു തരുന്നു. നുബഷിറുക്ക, ബഷറ എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിച്ചു. അപ്പോൾ നുബഷിറുക്ക എന്ന് പറയുമ്പോൾ നിനക്ക് സന്തോഷവാർത്ത അറിയിച്ചു തരുന്നു. ബി ഗുലാമിൻ, ഗുലാം എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കാണ് പറയുക. ഒരു ആൺകുഞ്ഞിനെ പറ്റി, ഒരാൺകുട്ടിയെ സംബന്ധിച്ച് നിനക്കൊരു സന്തോഷവാർത്ത അറിയിച്ചു തരുന്നു. ഇസ്മുഹു, അവൻ്റെ പേര് യഹ്യ, യഹ്യ എന്നാകുന്നു. ഇസ്മുഹു, അവൻ്റെ പേര് യഹ്യ, യഹ്യ എന്നാകുന്നു. ലം നജ്അൽ, നാം ആക്കിയിട്ടില്ല, ലഹു, അതിനെ, മിൻ ഖബുലു, മുമ്പ്, സമിയ, പേര് വച്ചതായിട്ട്. സമിയ എന്ന് പറഞ്ഞാൽ പേര് വച്ചത്. അതായത് യഹ്യ എന്ന പേരിൽ മുമ്പ് ഒരു മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയാം. അല്ലയോ സക്കരിയ, നാം നിനക്കൊരു പുത്രൻ്റെ സന്തോഷവാർത്ത നൽകുന്നു.
അവൻ്റെ പേര് യഹ്യ എന്നായിരിക്കും. ഈ പേരിൽ ഇതിനു മുമ്പ് നാം ഒറ്റ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ ആയത്ത് അതിൻ്റെ അർത്ഥം പഠിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആയത്ത് ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആയത്തുകളിൽ 5-ാമത്തെ ആയത്ത് നിങ്ങൾക്കറിയാമായിരിക്കും. അവിടെ സക്കരിയ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ പറയുന്ന സക്കരിയ പ്രവാചകനാണോ? ഞാൻ നിങ്ങൾക്കൊരു ആമുഖം അതിൻ്റെ നോട്ട് നൽകിയിരുന്നു. ആ നോട്ടിൽ വിശദമായിട്ടത് പറയുന്നുണ്ട്. അതെല്ലാവരും വായിച്ചു നോക്കിയോ? അതിൽ ഈ സക്കരിയ ആരാണ്? ഇവിടെ പറയുന്ന ഈ സക്കരിയ ആരാണ്? ശരിക്കും ഇസ്ലാമിലൊരു സക്കരിയ നബി ഉണ്ട്, സക്കരിയ അലൈഹിസ്സലാം ഉണ്ട്. ആ സക്കരിയ ആണോ ഈ സക്കരിയ? അല്ല. ഈ സക്കരിയ അപ്പം ആരാണ്? ഈ സക്കരിയാക്ക് മറിയം ബീവിയുമായിട്ടുള്ള ബന്ധം എന്താണപ്പോൾ? മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്. അതെ, ഹാറൂൻ വംശപരമ്പരയിൽപ്പെട്ടത്. ഹാറൂൻ വംശപരമ്പരയിൽപ്പെട്ടതാണ്. പക്ഷെ പ്രവാചകനായ സക്കരിയ അല്ല ഇത്. പ്രവാചകനായ സക്കരിയ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ഇസ്രായേലർ ചെളിക്കുണ്ടിൽ കെട്ടിത്താഴ്ത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇവിടെ പറയുന്ന സക്കരിയ മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പോൾ ആ സക്കരിയ, അതുകൊണ്ടാണ് ഞാൻ അലൈഹിസ്സലാം എന്ന് പറയാത്തത്. അപ്പോൾ ആ സക്കരിയ അള്ളാഹുവോട് നടത്തിയ പ്രാർത്ഥന 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? 5-ാമത്തെ ആയത്തിൽ ഫഹബുലി മില്ലദുൻക വലിയ, അള്ളാഹുവേ എനിക്ക് ഒരു രക്ഷാധികാരിയെ നീ നൽകണം എന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഈ സക്കരിയ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. അത് ഇവിടെ പറയുന്നില്ല. സൂറത്ത് ആലു ഇമ്രാൻ അവിടെയാണ് പറയുന്നത്. ഞാൻ ആ ചരിത്രമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാണും, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും അല്ലേ? സക്കരിയ ഇങ്ങനെ ദുആ ചെയ്യാൻ ഒരു പശ്ചാത്തലമുണ്ട്. അതെ, അപ്പോൾ ഞാനിനി പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കതറിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവി ഭജനമിരുന്നതും മറിയം ബീവിയുടെ മുമ്പിൽ ആഹാരം വന്നതും, ഈ ആഹാരം എങ്ങനെയാണ് നിനക്ക് ലഭിച്ചത് എന്ന് സക്കരിയ ചോദിക്കുന്നതും, അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് തന്നു, എൻ്റെ റബ്ബ് എനിക്ക് തന്നു എന്ന് സക്കരിയ പറയുന്നതും. എന്താ ക്ലാസ് കേൾക്കുന്നില്ല? നിങ്ങൾ ക്ലിയർ ആവുന്നില്ല? അപ്പോൾ സക്കരിയ മറിയമിൻ്റെ മിഹ്റാബിൽ പ്രവേശിച്ചപ്പോൾ ഭക്ഷണം കണ്ടതും, അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് ഈ ഭക്ഷണം കിട്ടിയത്? അപ്പോൾ അള്ളാഹു എനിക്ക് തന്നു എന്ന് സക്കരിയ മറിയം ബീവി മറുപടി കൊടുത്തതും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പം അതിനെ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ശരി. അപ്പോൾ ഇവിടെ 7-ാമത്തെ ആയത്ത്, ഇപ്പോൾ നമ്മൾ പഠിച്ച 7-ാമത്തെ ആയത്തിൽ സക്കരിയയുടെ പ്രാർത്ഥനയ്ക്ക് അല്ല കൊടുക്കുന്ന ഉത്തരമാണ് യാ സക്കരിയ, അല്ലയോ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബി ഗുലാമിൻ, നിനക്ക് ഞാനൊരു ആൺകുഞ്ഞിനാൽ സന്തോഷവാർത്ത അറിയിക്കുന്നു. ഗുലാം എന്ന വാക്കിൻ്റെ അർത്ഥം ആൺകുട്ടി എന്നാണ്, ആൺകുഞ്ഞ്. ഇസ്മുഹു, അവൻ്റെ പേര്. അപ്പോൾ പേര് തന്നെ അള്ളാഹു നിർദ്ദേശിച്ചു ഇവിടെ, യഹ്യ എന്നാണ്.
വലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, ഈ ഒരു പേര് നേരത്തെ ആർക്കും ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പേരുള്ള കുട്ടിയെ നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത. അപ്പോൾ സക്കരിയ ഇവിടെ പ്രവാചകൻ അല്ലെങ്കിലും സക്കരിയാക്ക് ഇവിടെ വഹിയ് ലഭിക്കുന്നു, അല്ലെങ്കിൽ മലക്ക് വന്നിട്ട് പറയുന്നു. അത് സക്കരിയ അലൈഹിസ്സലാം വലിയ ആയതുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഒരു വലിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം സക്കരിയാക്ക് ഇവിടെ ഈ സന്ദേശം ഇങ്ങനെ ലഭിച്ചത്. ഇവിടെ മറിയം ബീവിക്കും വഹി ഇറങ്ങിയിട്ടുണ്ട്. മറിയം ബീവി ആകട്ടെ പ്രവാചകയല്ലല്ലോ. അതുപോലെ മൂസാ നബിയുടെ മാതാവിനും വഹി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും പ്രവാചകന്മാരല്ല, പക്ഷേ പ്രവാചകന്മാർ അല്ലാത്തവർക്കും വഹി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരൊക്കെ ആ ഒരു പ്രവാചകത്വ പരമ്പരയിൽ മറ്റൊരർത്ഥത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചവർ ആയതുകൊണ്ടാണ് അവർക്ക് വഹി ലഭിച്ചത്. അപ്പോൾ സക്കരിയാക്ക് അത്ഭുതമായി, തനിക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ സക്കരിയാക്ക് അത്ഭുതമായി. അപ്പോൾ സക്കരിയ തിരിച്ചു പറയുകയാണ്, ഖാല റബ്ബി, എൻ്റെ നാഥ, അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? അന്നാ യകൂനു ലീ ഗുലാം, ഒറ്റ വാക്കാണത്. എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? വക്കാനത്ത് ഇമ്രഅതി ആഖിറൻ, വക്കാനത്ത് ഇമ്രഅതി, ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണ്, അതായത് എൻ്റെ ഭാര്യ. വക്കാനത്ത് ഇമ്രഅതി, എൻ്റെ ഭാര്യ, ആഖിറൻ, ആഖിർ എന്ന് പറഞ്ഞാൽ വന്ധ്യ അഥവാ പ്രസവിക്കാത്ത സ്ത്രീകൾക്കാണ് ആഖിർ എന്ന് പറയുക. വഖദ് ബലഗത്തുൽ കിബറു, വഖദ് ബലഗത്തു മിനൽ കിബരി, വഖദ് തീർച്ചയായിട്ടും, ബലഗത്തു ഞാൻ എത്തിയിരിക്കുന്നു, മിനൽ കിബരി വാർദ്ധക്യത്തിൽ. കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ഇത്തിയ അവശത. വാർദ്ധക്യം മാത്രമല്ല, വാർദ്ധക്യത്തിലായിട്ട് ഒരു അവശതയിൽ ഞാൻ എത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്ന് സക്കരിയ അള്ളാഹുവോട് ചോദിക്കുന്നു. ആ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അന്നാ യകൂനു ലീ ഗുലാം എന്നാ ചോദിച്ച, അന്നാ യകൂനു ലീ ഗുലാം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഉണ്ടാകുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. ഒന്നാമത്തെ കാരണം തൻ്റെ ഭാര്യ ആഖിറൻ, ആഖിറൻ, ആഖിർ എന്ന് പറഞ്ഞാൽ വന്ധ്യ എന്നർത്ഥം. രണ്ടാമത്തെ കാരണം വഖദ് ബലഗത്തു മിനൽ കിബർ ഇത്തിയ, ഞാൻ വാർദ്ധക്യത്തിലാണ് എന്ന് മാത്രമല്ല, ഇത്തിയ, ഇത്തിയ എന്ന് പറഞ്ഞാൽ അവശത, വയസ്സായതിൻ്റെ അവശത, അതും പേറുന്നു. അങ്ങനെയുള്ള എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്നതാണ് സക്കരിയയുടെ സംശയം. ശരി, അപ്പോൾ അതിന് അള്ളാഹ് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്, നമുക്ക് നോക്കാം. എന്താന്ന് നോക്കാം. അടുത്ത ആയത്താണ്. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. ഇതാണ് അള്ളാഹുവിൻ്റെ ഉത്തരം. ഖാല, അള്ളാഹു പറഞ്ഞു. എട്ടാമത്തെ ആയത്തിൽ ഇപ്പം നമ്മൾ പഠിച്ചത് വക്കാനത്ത് ഇമ്രഅതി ആഖിറൻ വഖദ് ബലഗതു മിനൽ കിബരി ഇത്തിയ. എട്ടാമത്തെ ആയത്തല്ലേ അത്?
അല്ലേ? നോക്കി, അത് 7 അല്ലേ? അത് 8-മത്തെയാണ്. 7-മത്തേത് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമയ്യ. അതാണ് 7-മത്തെ ആയത്ത്. അത് 7-മത്തെ ആയത്ത്. പിന്നെ ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം, അത് 8-മത്തെ ആയത്ത് അല്ലേ? നോക്കി, സംശയം മാറി. ശരിയാ ശരി. മാറി ശരിയാണ്. ഖാല റബ്ബി. ഓക്കെ. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈആ. ഇത് അള്ളാഹുവിൻ്റെ മറുപടിയാണ്. കാരണം സക്കരിയ സംശയം പ്രകടിപ്പിച്ചു, എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകും, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ 9-മത്തെ ആയത്ത്. അള്ളാഹു എന്താ പറഞ്ഞത് നോക്കാം. ഖാല, അള്ളാഹു പറഞ്ഞു, കദാലിക, അപ്രകാരം തന്നെ, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും, നീ ബേജാറാവണ്ട, അങ്ങനെ സംഭവിക്കും. പിന്നെ പറഞ്ഞു ഖാല റബ്ബുക, ഖാല പറഞ്ഞു, റബ്ബുക നിന്റെ നാഥൻ, ഹുവ അവൻ, അലയ്യ അതായത് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ പറയുമ്പോൾ അത് എന്നും അർത്ഥമുണ്ട്. അലയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക്. ഹയ്യിൻ എന്ന് പറഞ്ഞാൽ നിസ്സാരം. അപ്പോൾ ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവിക്കും, പിന്നെ പറഞ്ഞു അതെനിക്ക് നിസ്സാരമാണ്. ഏത്? നിൻ്റെ ഭാര്യ വന്ധ്യയാണ്, നീ ആകട്ടെ പ്രായം കൊണ്ട് അവശനാണ്, ഒക്കെ ശരി, പക്ഷേ അതെനിക്ക് നിസ്സാരമാണ്. ഇനി അതിനൊരു ഉദാഹരണം പറയാണ്. നിസ്സാരമാണ് എന്ന് പറഞ്ഞല്ലോ, ഉണ്ട് അതിനൊരു ഉദാഹരണം പറയാണ്. വഖദ് ഖലഖ്തുക, നിന്നെ ഞാൻ സൃഷ്ടിച്ചുവല്ലോ, മിൻ ഖബ്ലു മുമ്പ്, വലം തകു ഷൈആ നീ ഒരു വസ്തുവും ആയിരുന്നില്ല, ഒന്നുമല്ലാതിരുന്ന നിന്നെ ഞാൻ പണ്ട് സൃഷ്ടിച്ചില്ലേ. അതിനേക്കാൾ വലിയ പ്രയാസമൊന്നും നിനക്കൊരു മകനെ തരാനായിട്ട് എനിക്കില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഏതവസ്ഥയിലാണ്? 10, 40, 50 ഒക്കെ വർഷങ്ങൾക്കപ്പുറം നമ്മളൊക്കെ എവിടെയായിരുന്നു? ഈ ലോകത്ത് നമ്മൾ എവിടെ, എങ്ങനെ, നമുക്കൊരു അറിവുമില്ല. അതാണ് ഈ വലം തക്കു ഷൈഅ, നീ ഒരു വസ്തുവും ആയിരുന്നില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ സൃഷ്ടിച്ചുവല്ലോ, അതുകൊണ്ട് നിനക്ക് യഹ്യ എന്ന പേരുള്ള ഒരു കുട്ടിയെ നൽകുന്ന കാര്യം എനിക്ക് ഹയ്യിൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിസ്സാരം. അപ്പോൾ സക്കരിയയുടെ സംശയം അല്ലാഹ് മാറ്റിക്കൊടുത്തതാണ്. സക്കരിയ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു കദാലിക എന്ന വാക്ക്, അപ്രകാരം സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതിൻ്റെ കാരണം, അതായത് എനിക്ക് നിസ്സാരമാണ്. പിന്നെ പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ നിന്നെ പണ്ട് സൃഷ്ടിച്ചില്ലേ, ആ സൃഷ്ടാവ് ഞാനല്ലേ, അതുകൊണ്ട് എനിക്കത് നിസ്സാരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സക്കരിയാക്ക് പിന്നെ സംശയം, ഇത് മനുഷ്യനാണല്ലോ സക്കരിയ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇപ്പോൾ സക്കരിയാക്ക് പിന്നെ സംശയമായപ്പോൾ സക്കരിയ അള്ളാഹിനോട് ചോദിക്കാൻ അടുത്ത ആയത്ത് നോക്കാം. ഖാല റബ്ബി ജഅൽ ലീ ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ്യ. ഇത് 10-മത്തെ ആയത്താണ്.
അപ്പോൾ സക്കരിയാക്ക് വലിയ അത്ഭുതമായി. ഇതെങ്ങനെ അള്ളാഹ് ഉത്തരം കൊടുത്തു, എന്നാലും സക്കരിയാക്കത് വലിയ അത്ഭുതമായി, സംശയമായി. അപ്പോൾ സക്കരിയ അള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടത് നോക്കാം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ നാഥ, ഇജ്അൽ ലി ആയതൻ, എനിക്കൊരു ദൃഷ്ടാന്തം വേണം. ഇജ്അൽ ലി, നീ എനിക്ക് നൽകണം, ആയതൻ, ഒരു ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഒരു അടയാളം, ഒരു തെളിവ് എനിക്ക് വേണം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ശരി, ദൃഷ്ടാന്തം നൽകാം. ദൃഷ്ടാന്തം എന്താണ്? അല്ലാ തുകല്ലിമ, അതാണ് ദൃഷ്ടാന്തം. അല്ലാ തുകല്ലിമ, നീ സംസാരിക്കാതിരിക്കലാണ്. നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. നാസ, ജനങ്ങളോട്, സലാസ ലയാലിൻ, 3 രാത്രികൾ, സവിയ, ശരിയായ നിലയിൽ. അപ്പോൾ ജനങ്ങളോട് നിനക്ക് ശരിയായ നിലയിൽ 3 രാത്രികൾ സംസാരിക്കാൻ സാധിക്കില്ല എന്നതാണ് നിനക്കുള്ള ദൃഷ്ടാന്തം. അപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞത്? 3 രാത്രികൾ നിനക്ക് ജനങ്ങളോട് ശരിയായ രൂപത്തിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കാം. അതല്ലാതെ നിനക്ക് ജനങ്ങളോട് നേരായ രൂപത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള എന്താണ് ദൃഷ്ടാന്തം. ഇതെന്താ ഈ സംഭവം എന്നറിയോ? ഇവിടെ സൂറത്ത് ആലു ഇമ്രാൻ അവിടെ ഇത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ സക്കരിയാക്ക് ഒരു ഡൗട്ട് വന്നു. ഡൗട്ട് എന്താണ്? മനുഷ്യ മനസ്സിൽ പിശാചുണ്ടാക്കുന്ന ആഗ്രഹങ്ങളുണ്ട്, അള്ളാഹു ജനിപ്പിക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. 2 ആഗ്രഹങ്ങളുണ്ട്. ഒന്ന് പിശാചുണ്ടാക്കുന്ന ആഗ്രഹമാണ്. അപ്പോൾ സക്കരിയാക്ക് ഒരു ഡൗട്ട് വന്നു. എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ വയസ്സുകാലത്ത്, അതും അവശത അനുഭവിക്കുന്ന, പ്രായത്തിൻ്റെ അവശത അനുഭവിക്കുന്ന ഈ കാലത്ത് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടായ ആഗ്രഹം അത് പിശാചുണ്ടാക്കിയ ആഗ്രഹമാണോ, ശരിക്കും അള്ളാഹുവിൽ നിന്ന് വന്ന ഒരു ശരിയായ ആഗ്രഹമാണോ എന്ന ഡൗട്ട് വന്നു. അത് ക്ലിയർ ചെയ്യണം. ഇതാണ് ഇവിടെ സക്കരിയ ചെയ്തത്. അള്ളാഹുവേ, ഇത് നിന്നിൽ നിന്ന് ഉള്ള ആഗ്രഹമാണെങ്കിൽ, എൻ്റെ ആഗ്രഹം ശരിയായ ആഗ്രഹമാണെങ്കിൽ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. പിശാചിൽ നിന്ന് ഉള്ള ആഗ്രഹമാണെങ്കിൽ പിശാചിനിങ്ങനെ ദൃഷ്ടാന്തം കാണിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ശരി, 3 ദിവസം നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, നിൻ്റെ നാവ് ചലിക്കില്ല, നിനക്ക് ആംഗ്യ ഭാഷയിലേ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ ആ ദൃഷ്ടാന്തം അള്ളാഹ് കൊടുത്തു. അപ്പോൾ സക്കരിയാക്ക് ബോധ്യപ്പെട്ടു. എന്താണ് ബോധ്യപ്പെട്ടത്? എൻ്റെ ആഗ്രഹം ശരിയായ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹത്തിൽ തെറ്റൊന്നും ഇല്ല. 2 തരത്തിൽ മനുഷ്യ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ഒന്ന് പിശാചുണ്ടാക്കുന്ന ആഗ്രഹങ്ങളാണ്, മറ്റൊന്ന് അള്ളാഹുവിൽ നിന്ന് നമുക്ക് വരുന്ന ആഗ്രഹങ്ങളാണ്. അത് അള്ളാഹുവോട് തന്നെ ചോദിക്കണം. നമുക്ക് ആഗ്രഹങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവോട് തന്നെ ചോദിക്കണം, അള്ളാഹുവേ, എൻ്റെ ഈ ആഗ്രഹം തെറ്റാണോ ശരിയാണോ? അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരും ദാസികളും അങ്ങനെയാണ്
അവരുടെ ജീവിതത്തെ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ തോന്നിയ പോലെ പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്. അവർ അള്ളാഹുവുമായിട്ടെല്ലാം ഷെയർ ചെയ്യും, എല്ലാം പങ്കുവയ്ക്കും. എന്നിട്ടാണ് അവർ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ സക്കരിയ അപ്രകാരം അള്ളാഹുവോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിനക്ക് നേരെ ചൊവ്വേ ജനങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ 3 ദിവസം, 3 ലയാൽ, ഇവിടെ ലയാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി എന്ന് മാത്രമല്ല, ഇവിടെ ആ ഒരു ദിവസത്തിൻ്റെ കണക്ക് തന്നെയാണ്. 3 രാത്രി എന്നതല്ല, 3 ദിവസം എന്ന് നമ്മൾ അതിനെ കൂട്ടി വായിക്കണം. ഇനി അടുത്ത് നോക്കാം. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشية. ഫഖറജ, അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി. അലാ ഖൗമിഹി, തൻ്റെ ജനതയുടെ അടുത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടു. അപ്പോൾ എവിടെ നിന്നാണ്? മിനൽ മെഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ മണ്ഡപം. പള്ളിയിലൊക്കെ മെഹ്റാബ് ഉണ്ടാവും. അപ്പോൾ മെഹ്റാബിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി ജനങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. മെഹ്റാബിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി. ഫഖറജ അലാ ഖൗമിഹി, അദ്ദേഹം ജനങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മണ്ഡപം. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന മണ്ഡപം. അപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പള്ളിയിൽ ഇമാമിന് നിൽക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേകമായ സ്ഥലം, അതിന് മിഹ്റാബ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മിഹ്റാബല്ല. ആരാധനാ മന്ദിരം, പള്ളി, അതിനോടടുത്ത് നിർമ്മിക്കപ്പെടുന്ന കൊച്ചു കൊച്ചു മുറികളുണ്ട്. അതാണ് ഇവിടെ മിഹ്റാബ്. ആ മുറികൾക്ക് അതിൻ്റെ ഉദ്ദേശ്യം ആരാധനാലയത്തിലെ സേവകരും അതിലെ പരിചാരകരും അവിടെ ഭജനമിരിക്കുന്നവരൊക്കെ ആ മുറിയിലാണ് താമസിക്കാറ്. അത്തരത്തിലുള്ള ഒരു മുറിയിലായിരുന്നു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഭജനം ഇരുന്നത്. അതാണ് ഇവിടുത്തെ മിഹ്റാബ്. അപ്പം മിഹ്റാബ് എന്ന് കേൾക്കുമ്പോൾ ഈ പള്ളിയിൽ ഉസ്താദ് ഇമാമ് നിൽക്കുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ ഖുതുബയൊക്കെ പറയുന്ന ആ സ്ഥലം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതും മിഹ്റാബാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന മിഹ്റാബ് അതല്ല. പള്ളിയോട് ചേർന്ന് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പള്ളിയിൽ താമസിക്കാനായിട്ട് റൂം. അവിടെ ഉസ്താദുമാർക്കും പള്ളി പരിപാലിക്കുന്നവർക്കും താമസിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റൂമുകൾക്കാണ്. പിന്നെ പള്ളിയിൽ ഭജനമിരിക്കുന്ന ആളുകളുണ്ട്, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്ന, നമ്മുടെ അറബി പറഞ്ഞാൽ ഇഅ്തികാഫ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി താമസിക്കാനൊക്കെ ഉള്ള റൂമുകൾക്കാണ് ഇവിടെ മെഹ്റാബ് എന്ന് പറയുക. ശരി. അപ്പോൾ ആ മിഹ്റാബിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം താമസിച്ചിരുന്ന റൂം അവിടെ നിന്ന് ഇറങ്ങി ജനങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്നാണ് ഇവിടെ. ഒരു മിനിറ്റ് ആയത്ത് നോക്കാം. ഫഔഹാ ഇലൈഹിം, ഇവിടുത്തെ വാക്ക് ഔഹാ എന്നാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ആ മിഹ്റാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം ജനങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് അവരോട് എന്താ പറഞ്ഞ? ഔഹാ. ഇവിടെ ഔഹാ എന്ന വാക്കിൻ്റെ അർത്ഥം
ആംഗ്യം കാണിച്ചു എന്നാണ്. ആംഗ്യം കാണിച്ചു. കാരണം സംസാരിക്കാൻ കഴിയില്ല. 3 ദിവസം സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ ഔഹ, ഇവിടുത്തെ ഔഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു അവരോട്, ഇലൈഹിം അവരോട് ആംഗ്യം കാണിച്ചു, അൻസബ്യഹു നിങ്ങൾ പുകഴ്ത്തണം, നിങ്ങൾ സ്തുതിക്കണം. ആരെ? അള്ളാഹുവിനെ. ബുക്റത്തൻ രാവിലെ, വഅശിയ്യ വൈകുന്നേരം. രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങൾ അള്ളാനെ പുകഴ്ത്തണം, അള്ളാനെ സ്തുതിക്കണം എന്ന് അവരോട് പറഞ്ഞു. അതെങ്ങനെയാണ് പറഞ്ഞത്? ഔഹ. ഔഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ബുക്റത്തൻ വ അഷിയ എന്നാണ് വാക്ക്. ബുക്റത്തിൻ്റെ പദാനുപത അർത്ഥം രാവിലെ എന്നാണ്, അഷിയ എന്ന് പറയുമ്പോൾ വൈകുന്നേരം എന്നാണ്. പക്ഷെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുക? ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയും രാപ്പകൽ ഞാൻ പണിയെടുത്തു എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും പണിയെടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെ രാവിലെയും വൈകുന്നേരവും അള്ളാനെ സ്തുതിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ എന്താ? രാവിലെ കുറച്ച് ദിക്ർ ചൊല്ലി, വൈകുന്നേരമായപ്പോൾ കുറച്ച് ദിക്ർ ചൊല്ലി ആണോ? അതല്ല, അതൊരു ഭാഷാപ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ദിവസം മുഴുവൻ എപ്പോഴും ഒരു സമയം പോലും വേസ്റ്റാക്കാതെ അള്ളാനെ സ്തുതിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരി. അപ്പോൾ സക്കരിയ അങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്താനായിട്ട് അവരോട് പറഞ്ഞു. ഈ പറയുന്ന സംഗതികളൊക്കെ ക്രൈസ്തവരുടെ ബൈബിളിൽ, അവർ വിശ്വസിക്കുന്ന ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സക്കരിയയുടെ ഭാര്യയുടെ പേരാണ് എലിസബത്ത്. മറിയം ബീവിയുടെ ഉമ്മയുടെ പേരെന്താ? ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ടായി. എലിസബത്ത് എന്നാണ് ഇവിടെ സക്കരിയയുടെ ഭാര്യയുടെ പേര്. എലിസബത്ത് വന്ധിയായിരുന്നു. അതല്ല പറഞ്ഞല്ലോ, ആക്കിർ. പിന്നെ മറിയമിൻ്റെ ഉമ്മയുടെ പേരെന്താ? അപ്പോൾ ആർക്കറിയുന്നേ? ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുള്ള ആ നോട്ടിൽ അതൊക്കെ ഉണ്ട്. ഹന്ന ബീവി, ഹന്നത്ത്. മറിയമിൻ്റെ ഉമ്മയുടെ പേരാണ് ഹന്ന ബീവി. ഇത് എലിസബത്ത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ചർച്ചയൊന്ന് മാറി. ഇനിയിപ്പോൾ യഹിയ ജനിക്കുകയാണ്. ആ ജനിക്കുന്ന രംഗമൊന്നും അല്ല പറയുന്നില്ല. യഹിയ ജനിച്ചു. അപ്പോൾ അത് വലിയ അത്ഭുതമായിട്ട് മാറി അവിടെ. കാരണം പടുകിളവനായ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ തല നര കൊണ്ട് കത്തുന്നു എന്ന് സക്കരിയ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പ്രായം ചെന്ന് പടുകിളവനായിട്ട് അവശനായി. ആര്? സക്കരിയ. ഭാര്യ ആരാണ്? ആക്കിർ, വന്ധ്യയാണ്. അപ്പോൾ സക്കരിയാക്കും എലിസബത്തിനും കുട്ടി ജനിച്ചു എന്നത് എവിടെ? ഫലസ്തീനിലെ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേരെന്താ? ബത്ലഹേം. അവിടെയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ബത്ലഹേം. ശരിക്കും അതിൻ്റെ അറബി പേര് ബൈത്തുൽ ലഹ്മ് എന്നാണ്. ബൈത്തുൽ ലഹ്മ് എന്ന് പറഞ്ഞാൽ ഇറച്ചി മാർക്കറ്റ് എന്നർത്ഥം. അത് പണ്ട് ഇറച്ചി മാർക്കറ്റായിരുന്നു, അതുകൊണ്ട് ബൈത്തുൽ ലഹ്മ്. പിന്നെ അതിന് ബത്ലഹേം എന്ന് അത് ഇംഗ്ലീഷ് വൽക്കരിച്ചോ അല്ലെങ്കിൽ വേറെ എങ്ങനെയൊക്കെയോ പറയുന്നു, അത്രേ ഉള്ളൂ. ശരിക്കത് ബൈത്തുൽ ലഹ്മ് ഇറച്ചിയുടെ ലഹ്മ് ഇറച്ചി. ലാമ് ബൈത്തുൽ ലഹ്മ് ഇറച്ചി മാർക്കറ്റ് എന്നാണ്. ഇപ്പോഴും അവിടെ ബോർഡ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോർഡ് കാണാം, ബൈത്തുൽ ലഹ്മ് എന്നാണ് ബോർഡ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് ബത്ലഹേം എന്ന് ഇംഗ്ലീഷിലാക്കിയിട്ടോ അല്ലെങ്കിൽ അത് വേറെ കോലത്തിലോ ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ബത്ലഹേം, ജെറൂസലം,
അവിടെയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ ബത്ലഹേമിൽ അത് വലിയ അത്ഭുതമായിട്ട് മാറി. എന്ത്? യഹിയ ജനിച്ചു, എലിസബത്ത് പ്രസവിച്ചു. അത് വലിയ ചർച്ചയായി. പക്ഷെ ആരും എലിസബത്ത് പ്രസവിച്ചത് അതിനെ മോശമായിട്ട് ആരും പറഞ്ഞില്ല. അതിനെ സംബന്ധിച്ച് ആ ജനം പറഞ്ഞത് ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കഴിവ് എന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന് അവർ വിശ്വസിച്ചു. യഹിയ ജനിച്ചത് അള്ളാഹുവിൻ്റെ കുദറത്ത്, അള്ളാഹുവിൻ്റെ കഴിവ് എന്നവർ വിശേഷിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത ആയതിലേക്ക് വരാം. അങ്ങനെ യഹിയ ജനിച്ചു. യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ, അല്ലയോ യഹിയ വേദം മുറുകെ പിടിച്ചുകൊള്ളുക. യാ യഹിയ, അല്ലയോ യഹിയ, ഖുദിൽ കിതാബ, ഈ വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക. ഖുദ് എന്ന് പറഞ്ഞാൽ നീ പിടിക്കുക, അൽ കിതാബ, ആ വേദഗ്രന്ഥത്തെ. അഥവാ ഇവിടെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തൗറാത്താണ് ഉദ്ദേശിക്കുന്നത്. യഹിയാക്ക് അള്ളാഹു ഒരു പുതിയ വേദഗ്രന്ഥം നൽകിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം സമ്മാനിച്ച, അദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്ത തൗറാത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഹിയ ജനിച്ചിട്ട് ഏതാണ്ട് യൗവനം പ്രാപിച്ചു. ആ സമയത്തുള്ള ചരിത്രമാണ് ഇനി പറയുന്നത്. ബാക്കിയുള്ള ഹിസ്റ്ററി വിട്ടുകളഞ്ഞു. അത് സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നുണ്ട്. ബാക്കിയുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അത്ഭുതമായി. അവർ യഹിയ ജനിച്ചത് അവർക്ക് അത്ഭുതമായി. പക്ഷെ അവരാരും യഹിയാനെ ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കുദറത്താണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് വിവേകത്തിൻ്റെ പ്രായമെത്തിയപ്പോൾ അള്ളാഹ് ഏൽപ്പിച്ച ചുമതല, ആ ചുമതലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഖുദിൽ കിതാബ, തൗറാത്ത് മുറുകെ പിടിച്ച്, അഥവാ തൗറാത്ത് പ്രകാരം ജീവിച്ച്. മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ടിങ്ങനെ ഇറുക്കി പിടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? തൗറാത്ത് പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ഇസ്രായേലരെ തൗറാത്തിലേക്ക് വിളിക്കുക, ഇസ്രായേലർക്ക് തൗറാത്ത് പഠിപ്പിച്ചു കൊടുക്കുക, തൗറാത്ത് പ്രകാരം അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തൗറാത്ത് ഇങ്ങനെ മുറുകെ പിടിച്ച്, നമ്മളിപ്പോൾ ഖുർആൻ മുറുകെ പിടിക്കുന്നില്ല. നമ്മൾ ഖുർആൻ മുറുകെ പിടിക്കുന്നത് എങ്ങനെയാണ്? നല്ല സുന്ദരമായ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് അലമാരക്കകത്ത് ഇങ്ങനെ വിസിറ്റിംഗ് റൂമിൽ വയ്ക്കും, ആൾക്കാർ വരുമ്പോൾ കാണാനായിട്ട്. അല്ലേ, ഇത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഖുർആനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഖുർആൻ ആ വിസിറ്റിംഗ് റൂമിൽ ഇങ്ങനെ വയ്ക്കും. അതല്ലാതെ അത് ഓതലോ പഠിക്കലോ ഒന്നുമില്ല. അങ്ങനെ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കുന്നു, അതല്ല ഈ പറഞ്ഞത്. മറിച്ച് അത് പ്രകാരം, അതാണ് ഖുദിൽ കിതാബ എന്ന വാക്ക്. അപ്പോൾ ഇവിടെ യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, നീ വളരെ ശക്തമായി, കൂവത്ത് എന്ന് പറഞ്ഞ ശക്തി, വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ മുറുകെ പിടിക്കുക. വ ആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകി, അൽ ഹുക്കുമ, ഹുക്കുമ്. എന്താണ് ഈ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ? തീരുമാനം എടുക്കാനുള്ള കഴിവ്, ചിന്താശക്തി. ഒരു പ്രശ്നത്തിൽ ശരിയായ വീക്ഷണത്തിൽ എത്തിച്ചേരാനുള്ള യോഗ്യത, ഇതിനാണ് ഈ ഹുക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അത് അള്ളാഹ് കൊടുക്കുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അള്ളാഹ് കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. എന്താ പറഞ്ഞത്? ചിന്തിക്കാനുള്ള ചിന്താ വൈഭവം, തീരുമാനം എടുക്കാനുള്ള പ്രത്യേകമായ കഴിവ്. ഒരു പ്രശ്നത്തിൽ, അത് ദീനിയായ വിഷയമാകട്ടെ ദീനി അല്ലാത്ത വിഷയമാകട്ടെ, അതിൽ ശരിയായ വീക്ഷണത്തിൽ എത്തിച്ചേരാനുള്ള യോഗ്യത അല്ലെങ്കിൽ കഴിവ്, ഇതാണ് ഹുക്കുമ്. ഈ ഹുക്കുമ് അള്ളാഹു പ്രദാനം ചെയ്തു. പിന്നെ പറഞ്ഞ എന്താ? സബിയ്യ എന്നാ പറഞ്ഞ്.
ഹുക്കുമ് കൊണ്ട് അനുഗ്രഹിച്ചു നമ്മുടെ പക്കൽ നിന്നുള്ള ദയാവായ്പ്. സബിയ്യ എന്ന് പറഞ്ഞാൽ ദയാവായ്പ് അല്ല, ദയാവായ്പല്ല, മാറിപ്പോയി. സബിയ്യ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം എന്നർത്ഥം, കുട്ടിക്കാലം. കുട്ടിക്കാലത്തു തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ പക്കൽ നിന്നുള്ള ഹുക്കുമു കൊണ്ട് നാം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇത് യഹ്യാക്ക് അല്ലാഹ് കൊടുത്ത വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തെ അല്ലാഹ് പ്രവാചകനാക്കി. ഇനി വീണ്ടും യഹ്യയുടെ ഗുണങ്ങൾ അള്ളാഹു പറയുന്നു. യഹ്യയുടെ മറ്റൊരു ഗുണം, യഹ്യ അലൈഹിസ്സലാം വഹനാനം മിൻ ലദുന്നാ വസകാത വകാന തഖിയ്യ. അതും യഹ്യ അലൈഹിസ്സലാമിൻ്റെ ഗുണങ്ങളാണ്. വഹനാൻ, ഹനാൻ അല്ലേ? ഇപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഹനാൻ എന്ന പേരൊക്കെ ഇടാറുണ്ട്. ഹനാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദയാവായ്പ എന്നാണ്. അനുകമ്പ എന്നൊക്കെ പറയും, അനുകമ്പ. മില്ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയാൽ. വസക്കാത്തൻ, പരിശുദ്ധി. വക്കാന, അദ്ദേഹമായിരുന്നു തഖിയ്യ, സൂക്ഷ്മത പാലിക്കുന്നവൻ. ഇതൊക്കെ യഹ്യാൻ്റെ ഗുണങ്ങൾ അല്ലാഹ് വർണ്ണിക്കുകയാണ്. ഒന്ന് ഹനാൻ ആയിരുന്നു. പിന്നെ നമ്മുടെ പക്കൽ നിന്ന് അദ്ദേഹത്തിന് പരിശുദ്ധി നൽകി. സക്കാത്ത്, സക്കാത്തിൻ്റെ അർത്ഥം പരിശുദ്ധി എന്നാണ്. പിന്നെ അദ്ദേഹം സൂക്ഷ്മത പാലിക്കുന്നവൻ, തഖിയ്യ ആയിരുന്നു. വബർറൻ, നന്മ ചെയ്യുന്നവനായിരുന്നു. ബിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കളോട്. അദ്ദേഹം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു. ബർറ്, നന്മ ചെയ്യുന്നവൻ. വലം യക്കുൻ, അവനായിരുന്നില്ല. ജബ്ബാർ എന്ന് പറഞ്ഞാൽ നിഷ്ഠൂരൻ, ക്രൂരൻ. അസിയ്യ എന്ന് പറഞ്ഞാൽ ധിക്കാരി. ജബ്ബാർ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു അലിവില്ലാത്ത ആൾക്കാണ് ജബ്ബാർ എന്ന് പറയാം. നിഷ്ഠൂരൻ എന്ന് പറയും. അസിയ്യ എന്ന് പറഞ്ഞാൽ ധിക്കാരിക്ക പറയാം. അതായിരുന്നില്ല ആര്? യഹ്യ. അപ്പോൾ യഹ്യ നബീനെ അലൈഹിസ്സലാം അള്ളാഹു ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഹുക്കുമ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. സബിയ്യ, കുട്ടിക്കാലത്ത് തന്നെ ഹുക്കുമ് കൊടുത്തു. രണ്ടാമത് പറഞ്ഞത് ഹനാൻ ആയിരുന്നു എന്നാണ്, വളരെ അനുകമ്പയുള്ള ഒരു പ്രകൃതം. പിന്നെ സക്കാത്ത് ആയിരുന്നു എന്ന് പറഞ്ഞു, പരിശുദ്ധൻ. പിന്നെ തഖിയ്യ, സൂക്ഷ്മത പാലിക്കുന്നവൻ. പിന്നെ എടുത്തു പറഞ്ഞ കാര്യം വബർറൻ ബി വാലിദൈഹി എന്നാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവൻ. പിന്നെ പറഞ്ഞു വലം യക്കുൻ ജബ്ബാർ, അദ്ദേഹം ജബ്ബാർ ആയിരുന്നില്ല. അസിയ്യ എന്ന് പറഞ്ഞ ധിക്കാരിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകനായിട്ട് യൗവന പ്രായത്തിൽ യഹ്യ അലൈഹിസ്സലാം കർമ്മരംഗത്തേക്ക് ഇറങ്ങി. പിന്നെ ഒരായത്ത് കൂടി, വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് സമാധാനം. യൗമ ഉലിദ, അദ്ദേഹം ജനിച്ച ദിവസം. യൗമ യമൂതു, അദ്ദേഹം മരിക്കുന്ന ദിവസവും. യൗമ യുബഅസു ഹയ്യ, അദ്ദേഹത്തെ ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും. അദ്ദേഹത്തിന് സമാധാനം. എന്തൊക്കെയാണ് പറഞ്ഞത്? വസലാമുൻ, സമാധാനം. അലൈഹി, അദ്ദേഹത്തിന്. യൗമ ഉലിദ, അദ്ദേഹം ജനിച്ച ദിവസം. യൗമ യമൂതു, അദ്ദേഹം മരിക്കുന്ന നാളിലും. എന്നാണോ മരിക്കുന്നത് അന്നും അദ്ദേഹത്തിന് സമാധാനത്തോടെ മരിക്കാൻ കഴിയും. യൗമ യുബഅസു, അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും. ഹയ്യ, ജീവനോടെ. അന്നും അദ്ദേഹത്തിനാണ് സമാധാനം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ സമാധാനവും, എല്ലാ മംഗളങ്ങളും, എല്ലാ ഭാവുകങ്ങളും. ജനിച്ച നാളിൽ അദ്ദേഹത്തിന് ഭാവുകങ്ങൾ, മരിക്കുന്ന നാളിലും അദ്ദേഹത്തിന് മംഗളങ്ങൾ. ഇനി എന്നാണോ അദ്ദേഹം ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അന്നും അദ്ദേഹത്തിന് മംഗളങ്ങൾ നേരുന്നു.
എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരുന്നു, എല്ലാവിധ സമാധാനവും അദ്ദേഹത്തിന് നേരുന്നു എന്ന് പറഞ്ഞു വച്ചു. അപ്പോൾ യഹ്യയുടെ ചരിത്രം, സക്കരിയാടെ അലൈഹിസ്സലാം, ആ ചരിത്രം ഇവിടെ കഴിഞ്ഞു. ഇനി മറിയം ബീവിയുടെ ചരിത്രത്തിലേക്ക് അടുത്ത ആയത്ത് തൊട്ട് വരാൻ പോവാണ്. ഇപ്പോൾ എന്തിനായിരിക്കും വളരെ ഷോർട്ടായിട്ട്, ഇപ്പോൾ നമ്മൾ സൂറത്ത് ആലു ഇമ്രാൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് ഈ സംഗതി അല്ല പറയുന്നുണ്ട്. ഇവിടെ വളരെ ചുരുക്കി ഹളറത്ത് സക്കരിയയുടെയും യഹ്യ അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം ഇവിടെ പറയുന്നു. എന്തിനായിരിക്കും പറഞ്ഞത്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മറിയമിൻ്റെ ചരിത്രം കൂടി പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചരിത്രത്തെ നല്ല പോലെ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഒരത്ഭുതം ബത്ലഹേമിൽ നടന്നു, ജെറൂസലം അവിടെ നടന്നു. യഹ്യ അലൈഹിസ്സലാം ഈസാ നബി ജനിക്കുന്നതിന് 2 or 3 ഏറി വന്നാൽ 6 or 7 മാസങ്ങൾക്ക് മുമ്പാണ് ജനിക്കുന്നത്. ഒരുപാട് കാലം മുമ്പല്ല ജനിക്കണത്. ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന് 6 or 7 മാസം എന്ന അഭിപ്രായമുണ്ട്, 1 or 2 കൊല്ലം അങ്ങനെയും അഭിപ്രായമുണ്ട്. മുമ്പാണ് യഹ്യ അലൈഹിസ്സലാം ജനിക്കുന്നത്. ക്രൈസ്തവർ വിശ്വസിക്കുന്ന യോഹന്നാനാണ് ഈ യഹ്യ അലൈഹിസ്സലാം. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ക്രൈസ്തവർ വിശ്വസിക്കുന്ന യോഹന്നാൻ, അതാണ് ഈ യഹ്യ അലൈഹിസ്സലാം. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് കുറച്ച് വർഷങ്ങളോ മാസങ്ങളോ മുമ്പാണ് യോഹന്നാൻ ജനിക്കുന്നത്. അപ്പോൾ യഹ്യ അലൈഹിസ്സലാം ജനിച്ചത് ബത്ലഹേമിൽ വലിയ അത്ഭുതമായിട്ട് മാറി. കാരണം ഈ പറയുന്ന പിതാവ് മാതാവ് വളരെ പ്രായം ചെന്നവരാണ്, കുട്ടി ജനിക്കില്ല എന്ന് ഉറപ്പുള്ളവരാണ്. പക്ഷേ കുട്ടി ജനിച്ചു. പക്ഷേ ആ കുട്ടി ജനിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അള്ളാഹുവിൻ്റെ കുതിറത്ത് എന്നാണ്, അള്ളാഹുവിൻ്റെ കഴിവ് എന്നാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ മകൻ എന്നവർ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. അവർ യഹ്യ അലൈഹിസ്സലാമയെ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നു. യോഹന്നാൻ പ്രവാചകനായിട്ടാണ് ക്രൈസ്തവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ശേഷം വന്ന ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ അവർ ദൈവത്തിൻ്റെ മകനാക്കി കളഞ്ഞു. ഇത് ക്രൈസ്തവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. ആ അബദ്ധത്തെ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ഈ ചരിത്രം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മനസ്സിലാവണമെങ്കിൽ അടുത്ത മറിയം, ആ മറിയമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഇപ്പോൾ ഇത്രയും നല്ല പോലെ എല്ലാവരും മനസ്സിലാക്കുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഖൈറാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പോലെ